2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കനത്ത തോൽവിയുടെ ഞെട്ടലിൽ നിന്നും കേരള കോൺഗ്രസ് എം മുക്തമായിട്ടില്ല. നേരിയ തിരിച്ചടിയുണ്ടാകുമെന്ന തോന്നലുണ്ടായിരുന്നുവെങ്കിലും 5ഓളം സീറ്റുകളിലെങ്കിലും ജയിച്ചു കയറാമെന്ന് ജോസ് കെ മാണിക്ക് ഉറപ്പുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഹൃദയഭൂമിയായ പാലായിൽ ജോസ് കെ മാണി വിജയിച്ചു കയറുമെന്ന പ്രവചനങ്ങൾ നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മാണി സി കാപ്പനോടേറ്റ തോൽവിയിൽ 2026 മറുപടി നൽകാമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടി തുറന്നപ്പോൾ പാലായിൽ പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി പരാജയപ്പെട്ടു. 2021 12 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടി 5 സീറ്റിൽ വിജയിച്ചപ്പോൾ 2026 മത്സരിച്ച 12 സീറ്റുകളിലും കനത്ത തോൽവിയായിരുന്നു ഫലം. കേരള കോൺഗ്രസ് എം ഇതുവരെ കാണാത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഈ സാഹചര്യത്തിൽ ഇനിയും LDFിൽ തുടരണമോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ആലോചന നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2021 രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കേരള കോൺഗ്രസ് എം നിർണായക ശക്തിയായിരുന്നു. അതിനു മുൻപ് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ ഇടതുമുന്നണിയെ സഹായിച്ചത് ജോസ് പക്ഷത്തിന്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തകർന്നപ്പോൾ കേരള കോൺഗ്രസ് എം ആ തകർച്ചയുടെ ഭാഗമായി. പിന്നാലെ വന്ന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തിരിച്ചടി നേരിട്ടപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത നഷ്ടവുമുണ്ടായി. പാലായിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലുമടക്കം കേരള കോൺഗ്രസ് എം മത്സരിച്ചിടത്തെല്ലാം കനത്ത തിരിച്ചടി സംഭവിച്ചു. ജോസ് കെ മാണിയുടെ വാർഡിൽ പോലും UDF വിജയം കണ്ടു. ഇതോടെ മുന്നണി വിടാനുള്ള നീക്കം നടന്നെങ്കിലും പാർട്ടിയിലെ രണ്ടാമനായ റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ മൂലം ഈ നീക്കം ഫലം കണ്ടില്ല. പിന്നാലെ ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പരസ്യമായി പറയുകയും ചെയ്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ മത്സരിച്ച ജോസ് കെ മാണി സംഘവും മത്സരിച്ച എല്ലാ സീറ്റിലും പരാജയപ്പെട്ടു. പാലായിൽ തുടർച്ചയായി രണ്ടാമതും ജോസ് കെ മാണിക്ക് അടിപതറി. പാർട്ടിയിലെ രണ്ടാമനായ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പൂഞ്ഞാറിലും മുതിർന്ന നേതാവ് N ജയരാജ് കാഞ്ഞിരപ്പള്ളിയിലും തോറ്റു. നിർമ്മല ജിമ്മി കടുത്തുരുത്തിയിൽ പരാജയപ്പെട്ടപ്പോൾ മാത്യു കുന്നപ്പള്ളി ഇരിക്കൂറിൽ പരാജയപ്പെട്ടു. ബിജു ചെറിയത്ത് ചാലക്കുടിയിലും അഡ്വക്കേറ്റ് ജോ മൈക്കിൾ ചങ്ങനാശ്ശേരിയിലും പരാജയപ്പെട്ടു. പ്രമോദ് നാരായണൻ റാന്നിയിലും സിറേഖ് ചാഴിക്കാടൻ തൊടുപുഴയിലും സാബു കെ ജേക്കബ് പിറവത്തും ബേസിൽ പോൾ പെരുമ്പാവൂരും പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എം ഇതുവരെ കാണാത്ത തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ഇതോടെ കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യം ശക്തമാകുകയാണ്. 100ലധികം സീറ്റുകളുമായി UDF അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ജോസ് പക്ഷത്തെ പെട്ടെന്ന് ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തയ്യാറായേക്കില്ല. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ പോലെ വോട്ട് ബാങ്കുള്ള മുന്നണിയുടെ വരവ് ഒരു കാലത്തും തള്ളുകയുമില്ല. അതിനായി വാതിലുകൾ തുറന്നിടുകയും ചർച്ചകൾക്ക് തയ്യാറാകുകയും ചെയ്യും. സമീപകാലത്ത് തെരഞ്ഞെടുപ്പൊന്നുമില്ലെങ്കിലും ജോസ് പക്ഷത്തിന്റെ മധ്യ കേരളത്തിലെ സ്വാധീനം കോൺഗ്രസിന് ശക്തമായി അറിയുകയും ചെയ്യാം. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവിനെ എതിർക്കാൻ സാധ്യതയുള്ളത് കേരള കോൺഗ്രസ് ആണ്. നിലവിലെ സാഹചര്യത്തിൽ ജോസിനെയും കൂട്ടരെയും ഒപ്പം കൂട്ടേണ്ടതില്ലെന്ന PJ ജോസഫ് വ്യക്തമാക്കിയിരുന്നു. സമാനമായ നിലപാട് പാർട്ടിയിലെ രണ്ടാമനായ മോൻസ് ജോസഫ് തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ ജോസഫ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പകരം മകൻ അപ്പു ജോൺ ജോസഫ് രംഗത്തിറങ്ങുകയും ചെയ്തു. തൊടുപുഴയിൽ നിന്ന് ഇത്തവണ ജയിച്ചു കയറുകയും ചെയ്തു. എന്നാൽ മാണിസാറിന് പാർട്ടി തിരിച്ചു വരുമെന്നും അവർക്ക് ഒരു MLA പോലും ഇല്ലാത്തത് ദുഃഖകരമാണെന്നും അവർ തിരിച്ചു വരണമെന്നും ഇരു കൈ നീട്ടി അവരെ സ്വീകരിക്കുമെന്നും അപ്പു പറഞ്ഞത് ജോസ് പക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ജോസഫ് പിൻവാങ്ങിയതോടെ പാർട്ടിയുടെ നിയന്ത്രണം ഒരു പരിധിവരെ മോൻസിന്റെ കൈകളിലാണ്. മോൻസിനെയും അപ്പുവിനെയും മയപ്പെടുത്തിയാൽ ജോസ് പക്ഷത്തെ കാര്യമായ എതിർപ്പില്ലാതെ മുന്നണിയിലെത്തിക്കാൻ കോൺഗ്രസിനാവും. കേരള കോൺഗ്രസ് പാർട്ടികൾ ഒരേ തട്ടി നിൽക്കുന്നത് സഭയ്ക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ജോസ് പക്ഷത്തെ ഒപ്പം നിർത്താൻ ഇനിയാണെങ്കിലും കോൺഗ്രസ് മടിക്കില്ല. എന്നാൽ LDF ബന്ധം ഉപേക്ഷിക്കാൻ ജോസ് കെ മാണി തയ്യാറാകണം. അല്ലാതെ സ്വന്തമായി മുൻകൈയെടുത്ത് ചർച്ചകൾക്ക് നിലവിൽ കോൺഗ്രസ് തയ്യാറായിരിക്കില്ല. 3 വർഷത്തിന് ശേഷം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കും. രാജ്യസഭാ സീറ്റ് തുടർന്നും ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നതും ജോസിനെ അലട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ താവളം തേടി ജോസ് കെ മാണി സംഘവും പോയാലും തെറ്റു പറയാനാകില്ല.